ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഞാനും മക്കളും വെക്കേഷൻ എൻ്റെ വീട്ടിലേക്ക് വന്നതാട്ടോ. ഇവിടെ എൻ്റെ സിസ്റ്റേഴ്സും വന്നിട്ടുണ്ട്. ഉമ്മയോടൊപ്പമുള്ള ഇവിടുത്തെ വിശേഷങ്ങളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഇവിടെ വന്ന വേറൊരു വൈബാണ്. ഉമ്മാൻ്റെ പൂക്കളും മരങ്ങളും കോഴികളും മീനും അങ്ങനെ മൊത്തത്തിൽ നല്ല രസമാണ്. രാവിലെ തന്നെ കുറച്ചു നേരം മുറ്റത്ത് ഉമ്മാൻ്റെ ചെടികളും പൂക്കളും ഒക്കെ കണ്ടിട്ടാട്ടോ ഞാൻ കിച്ചണിൽ കയറുന്നത്. കുറച്ചു നേരം മുറ്റത്ത് സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ ചായക്ക് വെള്ളം വെച്ചു. കുട്ടികളെല്ലാവരും നല്ല ഉറക്കമാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നലെ രാത്രിയിലെ മാക്രോണി ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അത് കൊടുക്കാം. അവർക്ക് ഇഷ്ടവും അതാണ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നില്ല. ഉച്ചക്കത്തേക്ക് മീൻ പൊള്ളിച്ചതും മോരുകറിയും ഉമ്മാന്റെ സ്പെഷ്യൽ ചെമ്മീൻ മാങ്ങ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ചോറ് വേവിക്കാനുള്ള വെള്ളം വെക്കുന്നുണ്ട്. അതുപോലെ മീൻ ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ട്. ഉമ്മാന്റെ മക്കളുടെ ഇന്നത്തെ ടാസ്കാണ് ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ അവസ്ഥ. 1 മാസത്തിലേറായിട്ടോ ക്ലീൻ ചെയ്തിട്ട്. പഴയ ഫ്രിഡ്ജുകളാണ് ഉമ്മ ഫിഷ് ടാങ്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ പലതരം വെറൈറ്റി പായലുകള്, താമര, ആമ്പല് അതൊക്കെ ഉണ്ട് കേട്ടോ. ചെടികളാട്ടോ ഉമ്മാന്റെ ലോകം. ഒരുപാട് സമയം ഉമ്മ സ്പെൻഡ് ചെയ്യുന്നത് ചെടികൾക്ക് വേണ്ടിയിട്ടാണ്. തൊലി കളയാനുള്ള ഉള്ളികളും മറ്റും ഉമ്മാനെ ഏൽപ്പിക്കുകയാണ്. ആ സമയം കൊണ്ട് ഞാൻ മീൻ ക്ലീൻ ചെയ്യാണ്. ഇന്ന് അയിലയാട്ടോ പൊള്ളിച്ചെടുക്കുന്നത്. മാരിനേറ്റ് ചെയ്യാനുള്ള മസാല കുറച്ചധികം ഉമ്മ ഇതുപോലെ ഉണ്ടാക്കി വെക്കാറാണ്. ഫ്രീസറിലാട്ടോ ഉമ്മ അത് സ്റ്റോർ ചെയ്യുന്നത്. 5 മിനിറ്റ് പുറത്ത് വെച്ചാൽ മതി, അത് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ എന്നും മസാല ഉണ്ടാക്കാനുള്ള ടൈം കളയണ്ട, വേഗം തന്നെ മാരിനേറ്റ് ചെയ്യാൻ പറ്റും. ഉമ്മ ഉള്ളികളൊക്കെ തൊലി കളഞ്ഞ് തന്നിട്ടുണ്ട്. ഇനി മീൻ പൊള്ളിച്ചെടുക്കാനുള്ള മസാല റെഡിയാക്കുകയാണ്. സവോളയും ചെറിയുള്ളിയും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുഴുവനും ചെറിയുള്ളി എടുത്താൽ അത്രയും ടേസ്റ്റാണ്. ഇതിന്
ഇനി ലോ ഫ്ലെയിമിൽ വഴറ്റാൻ വെച്ചിട്ടുണ്ട്. ഉമ്മ മക്കളും കൂടെ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഉള്ളി ഏകദേശം ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് കൊടുക്കുകയാണ്. മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ അതും ഫ്രൈ ചെയ്യാണ്. സവോളൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട ഒരു വേറെ തന്നെ ടേസ്റ്റാണ്. ഈ സമയം നമ്മുടെ മീനും ഫ്രൈ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ മറ്റേ മീനും ക്ലീൻ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ഇന്ന് എടുക്കുന്നില്ല, നാളത്തേക്കാണ്. അപ്പോൾ നന്നായിട്ട് കവർ ചെയ്ത് ഞാൻ ഫ്രീസറിൽ വെക്കുകയാണ്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എന്നിവ ഇട്ട് കൊടുക്കുന്നുണ്ട്. മീൻ പൊള്ളിച്ചതിന്റെ പ്രത്യേക കൂട്ടായ പെരിഞ്ചീരകവും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ച പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഈ പൊടിയാട്ടോ ഇതിന്റെ ടേസ്റ്റ്. ഇതിനി പച്ചമണം മാറുന്നവരെ 2 മിനിറ്റ് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പുളി പിഴിഞ്ഞ് അതിന്റെ വെള്ളം കൂടെ ഇതിലേക്ക് ചേർക്കാം. ഈ വെള്ളം നല്ല പോലെ വറ്റിച്ചെടുക്കണം കേട്ടോ. ബാക്കി മീനുകളും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഉമ്മാന്റെ സ്പെഷ്യൽ ഉണക്കച്ചെമ്മീൻ മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കുകയാണ്. ഉണക്കച്ചെമ്മീൻ ഉമ്മ കഴുകി വറുത്ത് പൊടിച്ച് വെക്കാറാണ്. കുറച്ചധികം പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാറാണ്. ആവശ്യത്തിന് അതിൽ നിന്ന് കുറേശ്ശെ എടുക്കാറാട്ടോ. അപ്പൊ നമ്മുടെ മസാലയിലെ പുളിവെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി മോരുകറി കൂടെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. ആർക്കും കറി വേണ്ടാന്ന് പറഞ്ഞു. ഉമ്മാന്റെ ചമ്മന്തിയും മീൻ പൊള്ളിച്ചതും തന്നെ ധാരാളം. കുട്ടികൾക്കുള്ള മീൻ ഞാൻ പൊള്ളിച്ചെടുക്കുന്നില്ല. അവർ മസാലയൊക്കെ വേസ്റ്റ് ആക്കും. മീൻ മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ മീൻ വാഴയിൽ പൊതിഞ്ഞെടുത്ത് പൊള്ളിച്ചെടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് കുട്ടികളെ ഫിഷ് ടാങ്ക് ഒക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫിഷ് ടാങ്ക് ഒക്കെ ക്ലീനായി നല്ല ലുക്കായിട്ടുണ്ട് കാണാൻ. അപ്പം ഞങ്ങളുടെ ടേസ്റ്റി ലഞ്ച് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇപ്പോൾ വൈകുന്നേരമായി. അനിയത്തി ഓഫീസിലേക്കും എനിക്ക് മോളുടെ കണ്ണ് ടെസ്റ്റ് ചെയ്യാനും വേണ്ടി പോവാണ്. കുറേ ദിവസമായി കണ്ണിന് ചൊറിച്ചിലും കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഓഫീസിലേക്ക് ന്യൂ ഇയർ സെലിബ്രേഷനുള്ള കേക്ക് കൂടി വാങ്ങി. അവിടെ സ്റ്റാഫുകളൊക്കെ ഈ കേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാട്ടോ. അഹല്യയിലാട്ടോ മോളുടെ കണ്ണ് കാണിക്കുന്നത്. അപ്പോൾ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തു. വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മരുന്നുകളൊക്കെ വാങ്ങി ഞാൻ വീട്ടിലേക്ക് പോവാണ്. രാത്രിയിലേക്കുള്ള ഫുഡ് ഇന്ന് പുറത്തുനിന്ന് വാങ്ങിയതാട്ടോ. ലോഡഡ് ഫ്രൈസും ഫലൂദയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യണേ.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.